മാലിന്യ പ്രശ്നം പെന്റുകോട്ടലിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. പാലിൽ പോഷക ഗുണങ്ങളുണ്ട്. മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷക ഗുണങ്ങൾ ലഭിക്കുള്ളൂ. അങ്ങനെ ഒരു പാലില്ല എന്നല്ലേ ടീച്ചർ ഇന്നലെ പറഞ്ഞേ? അങ്ങനെ ഒരു പാലുണ്ട്, ജനതാ പാൽ. ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത. ജനതാ പാൽ. കണ്ടോത്ത് കോത്തായിമുക്കിലെ പെന്റുകോട്ടലിൽ നിന്നുള്ള ഭക്ഷണാവശിഷ്ടങ്ങൾ, ട്രീറ്റ്മെന്റ് പ്ലാന്റിലെ മലിനജലം, സെപ്റ്റിക് ടാങ്കിൽ നിന്നുള്ള മാലിന്യം എന്നിവ പരിസര പ്രദേശങ്ങളിലേക്ക് നിരന്തരം പുറന്തള്ളുന്നതിനെതിരെ നാട്ടുകാർ രംഗത്തെത്തി. ഹോട്ടലിൻ്റെ വിസ്തൃതിക്കും വ്യാപാരത്തിനുമനുസരിച്ചുള്ള പ്ലാന്റ് ഇവിടെയില്ല. പ്ലാസ്റ്റിക് മാലിന്യം യഥാസമയം സംസ്കരിക്കപ്പെടുന്നുമില്ല. ഹോട്ടലുടമകളാകട്ടെ തൊഴിലാളികളെ വെച്ച് മാലിന്യം ക്രമരഹിതമായി ഓവുചാലുകളിലേക്കും മറ്റും പുറന്തള്ളുന്നു. ഇത് സമീപത്തെ വീട്ടുകിണറുകളെ പോലും ബാധിക്കുകയും രൂക്ഷമായ ദുർഗന്ധം കാരണം പ്രദേശവാസികൾക്ക് കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത സ്ഥിതി വരികയും ചെയ്ത സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കണ്ടോത്തെ നോർത്ത് പ്രദേശത്തെ ടെന്റ് ഹൗസ് എന്ന് പറയുന്ന ഈ സ്ഥാപനം ഇവിടെ വരുമ്പോൾ നമ്മുടെ നാട്ടുകാർക്കൊക്കെ ഒരു പുതിയ സംരംഭം തുടങ്ങുന്നതിൽ വളരെ നല്ല കാര്യമാണെന്നുള്ളൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും നമ്മൾ ഈ ടെന്റ് ഹൗസിൻ്റെ ചുറ്റുവട്ടത്തും താമസിക്കുന്ന ആളുകൾ വളരെ വലിയൊരു സാമൂഹിക പ്രശ്നം നേരിടുകയാണ്. അതായത് ഈ ഹോട്ടലിൽ പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന മാലിന്യങ്ങൾ ഈ കാണുന്ന ചുറ്റുവട്ടത്ത് അവർ രാത്രി കാലങ്ങളിലും മറ്റും പൈപ്പ് ഉപയോഗിച്ച് പുറന്തള്ളുകയും അതുപോലെ തന്നെ വലിയ കുഴികൾ JCBകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വലിയ കുഴികൾ ഉണ്ടാക്കിയിട്ട് അത് കുഴിച്ചു മൂടുകയാണ്. ഈ സ്ഥാപനം തുടങ്ങുന്നതിന് കൃത്യമായ ലൈസൻസ് പ്രകാരം ഈ മാലിന്യ നിർമ്മാർജ്ജനം കൃത്യമായി ചെയ്യേണ്ട മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് ലൈസൻസ് പ്രവർത്തിക്കാവൂ. മുനിസിപ്പാലിറ്റിയുടെയും അതുപോലെ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെയൊക്കെ നിർദ്ദേശമുണ്ടായി. വർഷം മുതൽ ഇത്തരത്തിൽ മാലിന്യങ്ങൾ ഒഴുക്കി വിടുന്നതിനെതിരെ നമ്മുടെ നാട്ടുകാർ സമീപവാസികളൊക്കെ ഈ ടെന്റ് ഹൗസിന്റെ അധികൃതരുമായി സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാമെന്ന് പറയുന്നതല്ലാതെ നാളെ ഇതുവരെയായിട്ടും അത്തരത്തിൽ ഒരു നടപടിയും ഈ ഭാഗത്തുണ്ടായിട്ടില്ല. പ്രവർത്തിക്കുന്നതിനോട് നിങ്ങൾ നാട്ടുകാർ ആരും എതിരല്ല. പക്ഷേ ഇവിടെ തുടർച്ചയായി ഇങ്ങനെയുള്ള മാലിന്യ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത മാലിന്യ പ്രശ്നം തുടർച്ചയായി ഉണ്ടാകുന്നു. ഇവരെ ട്രീറ്റ്മെന്റ് പ്ലാന്റ് എന്നുള്ള വെള്ളം, മലിനജലം ഓവുചാലിലേക്ക് പുറന്തള്ളുക, അതിനൊന്നും ഒരു ന്യായീകരണവും പറയാനില്ല. അതോടൊപ്പം തന്നെ ഈ രാസവസ്തുക്കൾ അടങ്ങിയ മലിനജലം പുറത്തേക്ക് വിടുക, അതുപോലെ ഈ സെപ്റ്റിക് ടാങ്ക് എന്നുള്ള മലം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പുറത്തേക്ക് വരിക, ഇങ്ങനെയെല്ലാം ഉള്ള വലിയ പ്രശ്നം സമീപ വീട്ടുകാരുടെ കിണറുകളെ ബാധിക്കുന്നു, ശുദ്ധജലത്തെ ബാധിക്കുന്നു, അതുപോലെ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്ന പല കാര്യങ്ങളും ഇവിടെ സംഭവിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ 100% പരിഹരിച്ചുകൊണ്ട് നാട്ടുകാരെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഉത്തരവാദിത്വം തീർച്ചയായും ഈ ഹോട്ടലിന്റെ മാനേജ്മെന്റിനുണ്ട്. ഹോട്ടൽ തുറന്നു പ്രവർത്തിക്കുന്നതിനോട് ഒരു വ്യാപാര സ്ഥാപനം എന്നുള്ള നിലയിൽ ഈ നാട്ടിൽ ആരും എതിരല്ല. അത് കൃത്യമായി പോകണം എന്നുള്ള അഭിപ്രായക്കാരുമാണ്. പക്ഷേ ജനങ്ങൾ ഇന്നലെ ജീവിച്ചതുപോലെ നാളെയും ഇന്നും ഒക്കെ ഇവിടെ ജീവിക്കാൻ, സ്വൈര്യമായി ജീവിക്കാനുള്ള അധികാരവും അവകാശവും ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. നഗരസഭാ കൗൺസിലർ PV സുഭാഷ്, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, കലാസമിതി പ്രവർത്തകർ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. നിയമാനുസൃതം മാനദണ്ഡങ്ങൾ പാലിച്ചു മാത്രമേ ഇനി സ്ഥാപനം തുറന്നു പ്രവർത്തിക്കേണ്ടതുള്ളൂ എന്ന നിലപാടിലാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പാലിൽ പോഷക ഗുണങ്ങളുണ്ട്. മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷക ഗുണങ്ങൾ ലഭിക്കുള്ളൂ. അങ്ങനെ ഒരു പാലില്ല എന്നല്ലേ ടീച്ചർ ഇന്നലെ പറഞ്ഞേ? അങ്ങനെ ഒരു പാലുണ്ട്, ജനതാ പാൽ. നാട്ടിലെ നന്മ ആഗ്രഹിക്കുന്ന ക്ഷീര കർഷകരിൽ നിന്നും സൊസൈറ്റികളിൽ നിന്നും പരിശുദ്ധി ഉറപ്പുവരുത്തി ശേഖരിച്ച പാൽ പൂർണ്ണമായും ശാസ്ത്രീയമായി സംസ്കരിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തി മാത്രം പാക്ക് ചെയ്ത് നമ്മുടെ കൈകളിൽ ലഭിക്കുന്ന ജനതാ പാലിലുണ്ട് പോഷക ഗുണങ്ങൾ. ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത. ജനതാ പാൽ. അപ്പോ സമ്പൂർണ്ണ പരിശുദ്ധിയും പോഷക ഗുണങ്ങളുമുള്ള പാലേതാണ്? ജനതാ പാൽ ഒരു ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ഉൽപ്പന്നം.